നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മ്യൂറൽസ് ഷർട്ട് ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപിയുടെ മനസ്സറിഞ്ഞ് രജനി ചേച്ചി അയച്ചു നൽകിയ ഷർട്ടിനെ കുറിച്ച് വാചാലനായി താരം. ഇലക്ഷൻ റിസൾട്ട് അറിയുമ്പോൾ ഇടണമെന്ന് പറഞ്ഞ് ഒരു രജനി ചേച്ചി അയച്ചു തന്ന ഷർട്ടാണിത്. പക്ഷേ ഇത് ഞാൻ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇടണമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഇതുപോലെ തന്നെ വൈറലാവുകയാണ് സുരേഷ് ഗോപിക്കായി 6 അടി നീളമുള്ള ശൂലം കവിളിൽ തറച്ചുള്ള വഴിപാട്. ചിയ്യാരം സ്വദേശി സന്തോഷാണ് 6 അടി നീളം വരുന്ന ശൂലം കവിളിൽ തറച്ചത്. സ്വരാജ് റൗണ്ടിൽ മണികണ്ഠൻ ആലിനടുത്ത് മുരുകന്റെ ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തിയത്. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷവുമായാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചത്. LDFന്റെ VS സുനിൽകുമാറിന്റെയും UDFന്റെ K മുരളീധരനെയും തോൽപ്പിച്ചാണ് BJP പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നത്. അതിനിടെ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചാൽ തന്റെ കാർ സൗജന്യമായി നൽകുമെന്ന് വെല്ലുവിളിച്ച് വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസുകാരൻ. ചാവക്കാട് സ്വദേശി ബൈജു തെക്കനാണ് പന്തയം വെച്ച് തോറ്റത്. K മുരളീധരൻ ജയിക്കുമെന്നാണ് താൻ വിശ്വസിച്ചതെന്നും സുഹൃത്തു കൂടിയായ BJP പ്രവർത്തകൻ കാർ കൈമാറുമെന്നും ബൈജു പറഞ്ഞു. ബൈജുവിനെ പോലെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് അമിത ആത്മവിശ്വാസത്തിൽ വെല്ലുവിളിച്ച് തൃശൂരിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ വാഗ്നർ കാർ ചില്ലി സുനിക്ക് കൈമാറും എന്നായിരുന്നു വീഡിയോ സന്ദേശത്തിലൂടെ ബൈജു വെല്ലുവിളിച്ചത്. പന്തയം വയ്ക്കുന്ന സമയത്ത് K മുരളീധരൻ 100% വിജയിക്കുമെന്നായിരുന്നു തന്റെ പ്രതീക്ഷയെന്നും സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ ബൈജു മാധ്യമങ്ങളോട് പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചാൽ അദ്ദേഹത്തിന് സ്വിഫ്റ്റ് കാർ എനിക്ക് നൽകാമെന്ന് ചില്ലി സുനി പന്തയം വെച്ചു. ഇതോടെയാണ് K മുരളീധരൻ തോറ്റാൽ തന്റെ വാഗ്നർ തിരിച്ചു നൽകുമെന്ന് ബെറ്റ് വെച്ചത്. എന്നെപ്പോലുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ നിരാശരാണ്. മോശം പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് UDF കാഴ്ചവെച്ചത്. ഇത്രയും വലിയ ബെറ്റ് വയ്ക്കരുതായിരുന്നു എന്ന് സുഹൃത്തുക്കളും കുടുംബക്കാരും പറഞ്ഞു. വെല്ലുവിളിയിൽ തോറ്റുപോയി കാർ നൽകുമെന്നും ബൈജു പറഞ്ഞു. അതിനിടെ സുരേഷ് ഗോപിക്ക് വിജയം സമ്മാനിച്ച തൃശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചത് തന്നെ കൂടിയാണെന്ന് പ്രതികരിച്ച സംവിധായകൻ അഖിൽ മാരാർ രംഗത്ത് വന്നു. ക്ഷമയും കഠിനാധ്വാനവും ഈശ്വര അനുഗ്രഹവും പരിശ്രമവും അതിലുപരി അദ്ദേഹത്തിനു വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് പണിയെടുത്ത പാർട്ടിയുടെ പ്രവർത്തകരുമാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ വിജയത്തിന് കാരണമെന്നും അഖിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു. വിജയത്തിന് നിരവധി അവകാശികൾ ഉണ്ടാകും. സുരേഷ് ഗോപി അഭിനന്ദിച്ചുകൊണ്ട് മലയാള സിനിമാ മേഖലയിലെ സകലരും ആശംസാ പോസ്റ്റുകൾ ഇടാൻ മത്സരിക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ സുരേഷ് ഗോപിയെ ഹീനമായി ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നികൃഷ്ട ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മുകളിൽ ഉന്നയിച്ചപ്പോൾ സ്ത്രീ വിരുദ്ധനായി കള്ളക്കേസ് കൊടുത്തപ്പോൾ ഒരക്ഷരമിണ്ടാതെ മാറി നിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരനായ കൊല്ലം ലോക്സഭാ സ്ഥാനാർത്ഥിയായ മുകേഷ് MLA പോലും. സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നന്മയെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ ഗണേഷ് കുമാർ ഹീനമായ ഭാഷയിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. സമാജം സ്റ്റാർ എന്ന് ആക്ഷേപം കേൾക്കേണ്ടി വരുന്ന ഉണ്ണി മുകുന്ദൻ പോലും ഒരിക്കൽ പോലും സുരേഷ് ഗോപി ജയിക്കണമെന്ന് പോസ്റ്റ് ഇടുകയോ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾക്കെതിരെ അഭിപ്രായം പറയുകയോ അദ്ദേഹത്തിന്റെ പ്രചാരണ വേദിയിൽ പോവുകയോ ചെയ്തിട്ടില്ല. സുരേഷിന്റെ രാഷ്ട്രീയം എന്തായിരുന്നാലും സുരേഷ് ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം ജയിച്ചാൽ നാടിന് ഗുണമുണ്ടാകുമെന്ന് അറിയുന്ന സഹപ്രവർത്തകർ പോലും വിമർശനങ്ങളെ ഭയന്ന് അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്ക് കോട്ടം വരുമെന്ന് ഭയന്ന് മിണ്ടാതെ മാറി നിന്നവരാണ്. ഇവരാരും സുരേഷ് ഗോപി ജയിക്കുമെന്ന് സ്വപ്നത്തിൽ ചിന്തിച്ചിരുന്നില്ല. ജനങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നന്മ തിരിച്ചറിഞ്ഞു. ക്ഷമയും കഠിനാധ്വാനവും ഈശ്വരാനുഗ്രഹവും പരിശ്രമവും അതിലുപരി അദ്ദേഹത്തിന് വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് പണിയെടുത്ത പാർട്ടിയുടെ പ്രവർത്തകരുമാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ വിജയത്തിന് കാരണം. നാളെയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആകും. പലവിധ കാര്യങ്ങൾ പറഞ്ഞ പഴയ സഹപ്രവർത്തകർ അങ്ങയുടെ ഒപ്പം കൂടും. അടുപ്പിക്കരുതെന്ന് പറയുന്നില്ല, തിരിച്ചറിയണം എന്ന് മാത്രം. എന്നാൽ അങ്ങയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഓരോ പാർട്ടി പ്രവർത്തകരെയും ഒപ്പം ചേർത്ത് പിടിച്ചു. തൃശൂർ ജനതയെ നെഞ്ചിലേറ്റി കപട സൗഹൃദങ്ങളെ തിരിച്ചറിഞ്ഞ് അതിലുപരി രാഷ്ട്രീയത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഒരാൾക്ക് പോലും വേദന സമ്മാനിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ അങ്ങേക്ക് കഴിയട്ടെ. ബിഗ് ബോസിന് ശേഷം ഞാൻ പങ്കെടുത്ത രാഷ്ട്രീയ പരിപാടികൾ എല്ലാം കോൺഗ്രസിന്റെ വേദികളായിരുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിച്ചെന്ന കാരണത്താൽ എന്നെ സംഖ്യയാക്കി വർഗീയവാദിയാക്കി ആക്ഷേപിക്കാൻ മുന്നിൽ നിന്നത് നിരവധി കോൺഗ്രസുകാർ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയം സമ്മാനിച്ച തൃശൂരിലെ ജനങ്ങൾ എന്നെ കൂടി ജയിപ്പിച്ചിരിക്കുന്നു എന്നതാണ് എന്റെ വ്യക്തിപരമായ സന്തോഷം. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ സുരേഷേട്ട എന്നായിരുന്നു അഖിൽ മാരാറിന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.